ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ജവഹർലാൽ നെഹ്റു അമേരിക്കയെ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളോടും സഹായം അഭ്യർത്ഥിച്ചു. അമേരിക്ക പറഞ്ഞു ഇവർക്ക് ഒരു സഹായവും കൊടുക്കരുത് എന്ന്. മാത്രമല്ല ലോകത്തിലെ എല്ലാ രാജ്യങ്ങളോടും പറഞ്ഞു ഒരു സഹായം കൊടുക്കരുത്. അപ്പോൾ ആകപ്പാടെ സഹായിച്ചത് എല്ലാ രാജ്യങ്ങളോടും നെഹ്റു കൈനീട്ടിയപ്പോൾ പ്രധാനമായും സഹായിച്ചത് സോവിയറ്റ് റഷ്യ മാത്രമാണ്. ഇന്ന് ആ സോവിയറ്റ് റഷ്യ ഇല്ല. അവിടെ നിന്ന് വളർന്ന് ഇന്ത്യ ഇന്ന് ബഹിരാകാശ രംഗത്തും പ്രതിരോധ രംഗത്തുമൊക്കെ വലിയ ശക്തിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അമേരിക്കയെക്കാളും വെല്ലുന്ന നിലയിലുള്ള ശക്തിയായി ഇന്ത്യ മാറിയിട്ടുണ്ട് സാറ്റലൈറ്റിൻ്റെ കാര്യത്തിൽ. ഇപ്പോഴിതാ പുതിയൊരു വാർത്ത വരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ ഉപയോഗിച്ച ബ്രഹ്മോസ് ആയുധങ്ങൾക്ക് വേണ്ടിയിട്ട് 14ലധികം രാജ്യങ്ങൾ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. റഷ്യയും ഇന്ത്യയും ചേർന്നിട്ടാണ് ഈ ബ്രഹ്മോസിൻ്റെ സാങ്കേതിക വിദ്യയൊക്കെ വികസിപ്പിച്ചെടുത്തത്. ഇപ്പോൾ ഇന്ത്യ സ്വന്തമായി വികസിപ്പിക്കുന്നത്. ഈ 14 രാജ്യങ്ങൾ നമുക്ക് സൂപ്പർസോണിക് മിസൈലുകളാണ് കൂടുതലും. അതുപോലെ തന്നെ 290 മുതൽ 450 കിലോമീറ്റർ പരിധി ന്യൂ വേർഷനുകളുള്ള 800+ കിലോമീറ്റർ വരെ പോകാൻ കഴിയുന്ന വളരെ വലിയ മിസൈൽ സൂപ്പർസോണിക് മിസൈലുകളൊക്കെ ബ്രഹ്മോസിൽ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതിപ്പോൾ 14 രാജ്യങ്ങൾ, ഫിലിപ്പൈൻസ് 2022 മുതൽ നമ്മളുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. വിയറ്റ്നാം, ഇന്തോനേഷ്യ, തായ്ലാൻഡ്, സിംബാബ്വെ, ദക്ഷിണാഫ്രിക്ക, UAE, അതായത് പിന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അർജന്റീന, ബംഗ്ലാദേശ്, സൗദി അറേബ്യ, ബ്രസീൽ, പെറു, വെനസ്വേല, അർമേനിയ, സെർബിയ, ഗ്രീസ്, ഈജിപ്റ്റ് തുടങ്ങിയ 14ലധികം വരുന്ന 10, 15, 16 രാജ്യങ്ങൾ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കൃത്യമായി ബ്രഹ്മോസ് ആയുധങ്ങൾ വേണമെന്ന്. അപ്പോൾ മേക്ക് ഇൻ ഇന്ത്യയിൽ ഉൾപ്പെടുത്തിയാണ് ഇന്ത്യ ഇത് ചെയ്തത്. മേക്ക് ഇൻ ഇന്ത്യയിൽ ഇത് ചെയ്തപ്പോൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ DRDA ഒക്കെ നമ്മൾ വികസിപ്പിച്ച് എടുത്തപ്പോൾ മോഡിയെ കളിയാക്കി, മോക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. പക്ഷേ ഒരാവശ്യം വന്നപ്പോഴാണ് നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഡിമാൻഡുകൾ ഉൾപ്പെടെ 10-15 രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിക്കുന്നു. നമ്മൾ പിന്നെ ഹൈഡ്രജൻ ട്രെയിനുകളും ബുള്ളറ്റ് ട്രെയിനുകളും ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ, വന്ദേ ഭാരത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അതിനും ലോകത്തുനിന്ന് ഡിമാൻഡ് വരുന്നു. ഇന്ന് ഇന്ത്യ ലോകത്ത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു രാജ്യമായി മാറിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു മാറ്റമാണ്. ഡിജിറ്റൽ ഇന്ത്യ വന്നപ്പോഴും നമ്മൾ അവരെ കളിയാക്കി. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ഡിജിറ്റൽ ഇവ കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കി. പക്ഷേ ഡിജിറ്റൽ ഇന്ത്യ മറ്റൊരു തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെയാണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ വലിയ തോതിലാണ് ഇന്ത്യയിൽ വികസിച്ചത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ 15ലധികം രാജ്യങ്ങൾ, 14ആണ് കൃത്യം, എന്നാലും ഞാൻ വേറെ ചില രാജ്യങ്ങൾ കരാറുകളിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു 15ലധികം രാജ്യങ്ങൾ ലോകത്ത് നമ്മളോടൊപ്പം വന്നിട്ട് നമ്മളെ ബ്രഹ്മോസ് ആയുധങ്ങൾ അവർ ചോദിക്കുകയാണ്. സൂപ്പർസോണിക് മിസൈലുകൾ നിർമ്മിച്ചു കൊടുക്കാൻ കഴിയുമോ എന്ന് ചോദിക്കും. കാരണം എല്ലാ രാജ്യങ്ങൾക്കും ഒരു ചെറിയ സുരക്ഷിത ആവശ്യമുണ്ടല്ലോ. കാര്യം വലിയ വലിയ രാജ്യങ്ങൾ വന്ന് ഇപ്പോൾ ചൈനയെ പോലുള്ള രാജ്യങ്ങളെ പലർക്കും പേടിയാണ്. അതുപോലെ തന്നെ അമേരിക്ക, ചൈന, ഇസ്രായേൽ, ഇറാൻ, ഇങ്ങനെ പല രാജ്യങ്ങളും ഒരുപാട് യുദ്ധങ്ങളും യുദ്ധതന്ത്രങ്ങളുമായിട്ടൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ അവരവർക്കും അവരവരുടേതായ സുരക്ഷിതത്വം ആവശ്യമുണ്ടായിരിക്കും. അപ്പോൾ അതിനാവശ്യമുള്ള ആയുധങ്ങൾ അല്ലെങ്കിൽ സൂപ്പർസോണിക് മിസൈലുകൾ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ചെയ്തു കൊടുക്കാൻ. അതും ഇന്ത്യ ഒരു വ്യവസായമാണ്. പക്ഷേ ശരിക്കും ഒരു യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കി യുദ്ധവ്യവസ്ഥ ഉണ്ടാക്കി രാജ്യം വികസിപ്പിക്കണമെന്നുള്ള ആഗ്രഹമില്ല. ആ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ നമ്മുടെ ആളുകൾക്ക് തൊഴിൽ കിട്ടുക, രാജ്യത്തിൻ്റെ പ്രതാപം വർദ്ധിക്കുക, ആയുധരംഗത്ത് അല്ലെങ്കിൽ പ്രതിരോധ രംഗത്ത് രാജ്യത്തിന് കൃത്യമായൊരു സ്ഥാനം കിട്ടുന്നു. നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പുറത്തുവിട്ടൊരു വാർത്തയുടെയും കൂടി ഭാഗമായിട്ടാണ് ഈ 14ലധികം രാജ്യങ്ങൾ ഇന്ത്യയിൽ, ഞാൻ പറഞ്ഞ ഫിലിപ്പൈൻസിൽ തുടങ്ങി ഈജിപ്റ്റ് വരെ അവസാനിക്കുന്ന 10-16 രാജ്യങ്ങൾ ഇന്ത്യയുടെ ബ്രഹ്മോസിനെ കരാർ വെച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വലിയ സാധ്യതയാണ് ആ മേഖലയിൽ വരുന്നത്. അപ്പോഴും ലോകത്ത് യുദ്ധങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ, സമാധാനത്തിൻ്റേതാവട്ടെ ഈ ലോകം. തീർച്ചയായും അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്തൊരു ലോകമാണ് നമുക്ക് വേണ്ടത്. പക്ഷേ എന്തു ചെയ്യാം, വെട്ടാൻ വരുന്ന പോത്തിനോട് വേദമോതിട്ട് കാര്യമില്ല. മതത്തിൻ്റെയും ജാതിയുടെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയൊക്കെ പേരിൽ നാട്ടിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ തീർച്ചയായും നമുക്ക് അതിനെ കളയാതിരിക്കാൻ പറ്റില്ല. അത് വേണ്ടി വരും. ആ ഒരു രീതിയിൽ ഇന്ത്യക്ക് വലിയ ഒരു സാധ്യതയാണ് വന്നുകൊണ്ടിരിക്കുന്നത്.